ശ്രമിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ തീപ്പൊരിയിൽ നിന്ന്. ഈ കഥാപ്രസംഗത്തിന് ഈരടികൾ നൽകി ഈണം പകർന്നതും എന്നെ ഈ കഥാപ്രസംഗത്തിന് തയ്യാറാക്കിയതും എന്റെ ഗുരുനാഥനായ ശ്രീ വൈക്കം ദാമു മാസ്റ്റർ അവറുകളാണ്. വൈക്കത്തെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞാടിയ അദ്ദേഹത്തെ ഞാൻ നമസ്കരിക്കുന്നു. ഈ കഥാപ്രസംഗത്തിൽ എന്റെ കൂടെയുള്ളത് ഉപകരണ സംഗീതത്തിൽ ഏറെ പ്രശസ്തരായ വൈക്കത്തെ 3 കലാകാരന്മാരാണ്. ശ്രീ ദേവ് വൈക്കോ, ശ്രീ ജഗദീഷ് വൈക്കോ, കൃഷ്ണകുമാറും. ഈ കഥ കേൾക്കുന്നതിനായി ഒട്ടേറെ മഹത് വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും എന്റെ അഭ്യുദയകാംക്ഷികളാണ് എന്നും എനിക്കറിയാം. എനിക്കതിൽ ബോധ്യമുണ്ട്. ഈ പരിപാവനമായ ക്ഷേത്ര സന്നിധാനത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നു തീപ്പൊരിയിൽ നിന്ന്. മതത്തിന്റെ പേരിൽ ചോരപ്പുഴയൊഴുക്കി ചത്തൊടുങ്ങുന്ന കൂടപ്പിറപ്പുകൾ, മാനവികതയ്ക്ക് തന്നെ ഭീഷണിയായിരിക്കുന്ന ഈ അവസ്ഥയെ ഏതാണ്ട് അരനൂറ്റാണ്ടുകൾക്കപ്പുറം തിരിച്ചറിഞ്ഞ കഥാകൃത്താണ് ശ്രീ പി കേശവദേവ്. ആരാണ് ശ്രീ പി കേശവദേവ്? ഓടയിൽ നിന്ന് തുടങ്ങി അനവധി കഥാസമാഹാരങ്ങളിലൂടെ മലയാള മനസ്സിൽ ഇടം നേടിയ കഥാകൃത്താണ് ശ്രീ പി കേശവദേവ്. നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ കഥാകൃത്ത്. എന്താണ് നവോത്ഥാന കാലഘട്ടം? കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തെ കുറിച്ച് അറിയണമെങ്കിൽ അതിനു മുമ്പുള്ള കേരളത്തെ നാം അറിയണം. ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പുള്ള കേരളം. കൃത്യമായി പറഞ്ഞാൽ 1892 ഡിസംബർ മാസം. അന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു മഹായോഗി കേരളത്തിലൂടെ നടന്നു പോകുന്നു. ആരാണ് അദ്ദേഹം? മറ്റാരുമല്ല, സ്വാമി വിവേകാനന്ദൻ. ജാതിമത ഭേദത്തിന്റെ അതിർവരമ്പുകളാൽ മാനവികത ഭജിക്കപ്പെട്ടിരുന്ന കാലം. തൊട്ടുകൂടാത്തവർ തീണ്ടി
വഴി തടഞ്ഞു. നിൽക്ക്, എങ്ങോട്ടാ? ഞാൻ അമ്പലത്തിൽ തൊഴാനായി വന്നതാണ്. പറ്റില്ല പറ്റില്ല, താൻ ആരാണ്? താൻ എവിടെ നിന്ന് വരുന്നു? തന്റെ ജാതി എന്താണ്? മതം എന്താണ്? ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ. വിവേകാനന്ദൻ പോലും നടുങ്ങിപ്പോയി. എന്നിട്ടും എളിമയോടെ അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് വിവേകാനന്ദൻ. ഞാൻ ബംഗാളിൽ നിന്ന് വരുന്നു. എന്റെ മതം ഹിന്ദു. മനുഷ്യജാതിയിൽപ്പെട്ടവനാണ്. അപ്പോഴേക്കും കുറെ ജാതി പ്രമുഖന്മാർ അവിടെ ഒത്തുകൂടിയിരുന്നു. പറ്റില്ല പറ്റില്ല, ജാതിയും മതവും കൃത്യമായി പറയുന്നവർക്ക് ഈ അമ്പലത്തിൽ പ്രവേശനമുള്ളൂ. പാവം വിവേകാനന്ദൻ, അദ്ദേഹം മടങ്ങിപ്പോയി. ഈ സംഭവം അദ്ദേഹത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു. ജാതി കോമരങ്ങൾ തിമിർത്താടിയ കേരളത്തെ അദ്ദേഹം ഭ്രാന്താലയം എന്നാണ് വിശേഷിപ്പിച്ചത്. കൊച്ചി രാഷ്ട്രീയം, പിന്നെ കുറച്ച് എരിവും പുളിയും ചേർന്ന പടുദൂഷണവും. അത് നമ്മുടെ മെയിൻ ആണല്ലോ. ഇപ്പോൾ ഇത്തരം ചായക്കടകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതാവുകയാണ്. മാത്രമല്ല, ഇത്തരം ചർച്ചകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്ത്രീകൾക്കിടയിലുമാണല്ലോ. അല്ല, നമ്മുടെ തൊഴിലുറപ്പ് കൂട്ടങ്ങളെ പറ്റി അങ്ങനെ ഒരു പറച്ചിലുമുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് പപ്പ പിള്ളേർ ചായക്കടയിലേക്ക് കടക്കാം. അതാ നാണു, നാരായണൻ, കുഞ്ഞു മുഹമ്മദ്, ഫറീദ്, ഔസേഫ്, ഗോവിന്ദനൊഴിച്ച്
കൊണ്ടുപോയി ചന്തയെ കൊണ്ടുപോയി വിൽക്കണം. അതിനാണ് പുറപ്പാട്. ഇവരെല്ലാവരും ഇവിടുത്തെ സ്ഥിരം പറ്റുകാരാണ്. കാരണം വിശേഷ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ പപ്പുപിള്ള തന്നെ ശരണം. പേരുമാരും തമ്മിൽ വലിയ സാമ്യം ഉണ്ടാവില്ല. ചില കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മമാർ കമലാക്ഷി എന്ന് പേരിടാറുണ്ട്. കമലാക്ഷി എന്നാൽ താമരയിതൾ പോലെ കണ്ണുള്ളവൾ എന്നാണ് അർത്ഥം. എന്നാൽ അവളെ ഒന്ന് നോക്കിയാലോ, ഒരു കണ്ണ് പാറശാലയിൽ പോയിരിക്കും. ഇതാണ് സാമ്യം. നമ്മുടെ കുഞ്ഞു മൊയ്തീനും അതുപോലെ തന്നെയാണ്. അതൊരു ബീഡിക്കടയാ. ബീഡിക്കടയുടെ പെട്ടിപ്പുറത്തിരിക്കുന്ന മാന്യനെ കണ്ടോ? അയാളാണ് അബ്ദുറഹ്മാൻ. അയാൾ ഒന്നാന്തരം ഒരു ബീഡ് തെറുപ്പുകാരനാണ്. ബീഡ് തെറുപ്പുകാരും തെറുപ്പ് പിടിയും ഞങ്ങളുടെ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിന് അപരിചിതമാണ്. ഇവർ മൂവരും ഉറ്റ ചെങ്ങാതിമാരാണ്. ചെങ്ങാതി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരു കുടുംബത്തിലെ സഹോദരന്മാരെ പോലെ. ഈ നാട് മുഴുവൻ അങ്ങനെയാണ്. മതവ്യത്യാസമില്ലാത്ത, വൈരങ്ങളില്ലാത്ത ദൈവത്തിന്റെ സ്വന്തം നാട്. നിങ്ങളെത്രക്കാരല്ല കേട്ടോ. ആ ഹിപ്പി വേഷക്കാരന്റെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ട്. വന്ന പാടെ അയാൾ അത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. പ്രതീക്ഷിപ്പിൻ, പ്രതീക്ഷിപ്പിൻ, മല്ലയുദ്ധം, പോരാട്ടം, വന്ന ഞായറാഴ്ച വയ്യനാട് ഹനുമാൻവിലാസം സ്റ്റേഡിയത്തിൽ. പ്രതീക്ഷിപ്പിൻ, പ്രതീക്ഷിപ്പിൻ, മല്ലയുദ്ധം. ഇത് കേട്ടതും അബ്ദുറഹ്മാനും പിള്ളയ്ക്കും ആവേശമായി. ആരൊക്കെയാ ഫയൽമാൻമാർ? അവർ ഒന്നിച്ചു ചോദിച്ചു. അഖില കേരള ഗാമ എന്നറിയപ്പെടുന്ന മെക്കാട്ട് നാടപ്പിള്ള ഫയൽമാൻ. മെക്കാട്ട് എന്ന് കേട്ടതും പപ്പുപിള്ള 5-6 ചാട്ടം. മെക്കാടാണെങ്കിൽ നോക്കേണ്ട സാറേ, ആനയെ കയ്യിലെടുത്ത് പന്താടുന്നവരല്ലേ മെക്കാടൻ. പക്ഷേ പിള്ളയുടെ ആ മെക്കാട് സ്ഥിതി അബ്ദുറഹ്മാനത്തെ പിടിച്ചില്ല. സാറേ, നിങ്ങൾ മെക്കാടിന് എതിരാണെന്ന് പറയും. പഞ്ചാബ് പഞ്ചാലിന് മല്ലൻ മുഹമ്മദ് ഹുസൈൻ. ഹുസൈന്റെ പേര് കേട്ടതും അബ്ദുറഹ്മാൻ 400 നാവായി. 5-6 മെക്കാടൻ ഒന്നിച്ചു വന്നാലും നമ്മുടെ മെക്കാടിനെ. പിന്നെയല്ലേ നിങ്ങളുടെ ഒരു ഹുസൈൻ? ചുമ്മാ പോടോ. എടോ പിള്ളേ,
പുല്ല്. എടോ ബ്രഹ്മാവിനെ തൊട്ട് കളിച്ചിട്ടുണ്ടല്ലോ, അക്കളി തീക്കളിയാണ്. അതിനിടയിലാണ് അദ്രുമാന്റെ വക ഒരു നാടൻ പ്രയോഗം. അപ്പോഴേ മൊയ്തീനെ, ഈ മെക്കാൻ ആരാടോ ഗാമ എന്ന് പേരിട്ടത്? അതൊരു ഇസ്ലാമിന്റെ പേരല്ലയോ? അതെങ്ങനെ ഒരു കാഫറിനിടുക? അതൊന്നും ഞമ്മക്കറിയില്ലേ. ചിലപ്പോ മനുഷ്യന്മാരുടെ പേര് മൃഗങ്ങൾക്ക് ഇടാറില്ലേ, അതായിരിക്കും. ഇത് കാട്ടിലും പിള്ളേരുടെ പ്രജ്ഞ ഇരട്ടിച്ചു. മതഭ്രാന്തന്മാരായ കലാപകാരികൾ നാടെങ്ങും അക്രമം അഴിച്ചുവിട്ടു. കുടിലുകളെയും ദേവാലയങ്ങളെയും കച്ചവട സ്ഥാപനങ്ങളെയും അഗ്നിക്കിരയാക്കി. ഒരുമയുടെ കഴിഞ്ഞ ആ ഗ്രാമം മതഭ്രാന്തന്മാരുടെ വിഹാരഭൂമിയായി മാറുകയാണ്. എങ്ങും ഒട്ടഹാസങ്ങൾ, തോൽവിളികൾ, ദീനരോധനങ്ങൾ മാത്രം. പുരുഷന്മാർ ആ ഗ്രാമം വിട്ട് എങ്ങോ ഓടിപ്പോയി. ആർക്കും ആരുടെ പേരും നിയന്ത്രണമില്ലാത്ത മുതലാക്കങ്ങൾ.
ഒന്നാണ്. ഇതും പറഞ്ഞ ആ സുഹൃത്തുക്കൾ തങ്ങളുടെ കടയുടെ മുന്നിൽ ഒരു ബോർഡ് തൂക്കുന്നു. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? മതക്കിറുക്കന്മാർക്ക് പ്രവേശനമില്ല, മനുഷ്യർക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, സ്വന്തം അനുഭവം കൊണ്ട് മതാന്തതയിൽ നിന്ന് മോചിതരായ ആ ഗ്രാമീണർ വീണ്ടും ഒത്തുകൂടുകയാണ്. അല്ല, ആ ഉല്ലസിക്കുകയാണ്. പ്രതീകമാണ്.